യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ. അയ്യോ ചീപ്പ് ഉണ്ടോ തുകേണ്ടി വരും. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ നിത കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ മുടിക്ക് വേണ്ടിയിട്ട്, മുടിക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് മുടി സോഫ്റ്റ് ആകാനായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാനായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ടിപ്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് നാച്ചുറലാണ് കേട്ടോ. ഇത് തികച്ചും നാച്ചുറലാണ്. നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന പോലെ ചെന്ന് ചെയ്തു ഉടനെ മുടി അങ്ങ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുമെന്ന് ഒരു കാരണവശാൽ വിചാരിക്കരുത് കേട്ടോ. ഇത് നാച്ചുറലാണ്. അപ്പോൾ ഇത് 1-2-3 തവണയൊക്കെ ചെയ്താലേ മാറ്റം വരുള്ളൂ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ നാച്ചുറലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമ്മുടെ ഫേസിലായാലും സ്കിന്നിലായാലും നമ്മുടെ ബോഡിയിൽ മുഴുവനായാലും അല്ലെങ്കിൽ ഹെയറിനായാലും കൊടുത്താലും ഒറ്റ തവണ കൊണ്ട് ഒരു കാരണവശാലും റിസൾട്ട് കിട്ടത്തില്ല. കുറേ തവണ ചെയ്യേണ്ടി വരും. നമ്മുടെ സൗന്ദര്യം നിലനിർത്താനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ കുളിച്ചു ഫ്രഷായി നമ്മൾ ജോലിക്ക് പോകുന്നു. നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ആ ഫ്രഷ്നെസ് നമുക്ക് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ സൗന്ദര്യം ഒരു ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചു അല്ലെങ്കിൽ നമ്മൾ അതിനെ കെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിൽക്കത്തില്ല. നമ്മളിത് ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. കെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സൗന്ദര്യം നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹെയറിന് ടിപ്പായിട്ടായാലും നമ്മളിപ്പം ഇത് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ ഒരു പ്രാവശ്യം ഇട്ടുകൊണ്ട് ഒരു കാരണവശാൽ ഇത് സ്ട്രെയിറ്റ് ആയി കിട്ടത്തില്ല. 1-2 തവണയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിത് കൂടുതലായിട്ടും എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാനായിട്ടേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പം വരുന്ന സൺഡേ നിങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഫംഗ്ഷന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് 2 ഡേയ്സ് യൂസ് ചെയ്യാം. 2 ഡേയ്സ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഫംഗ്ഷന് പോകാം. അങ്ങനെ മാത്രം ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കോൺഫ്ലോറും മറ്റുമൊക്കെ ചേരുന്ന. അപ്പം കോൺഫ്ലോർ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് കോൺഫ്ലോർ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കണ്ടു. ലെമൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ചിലർ പറയും മുടി നരയ്ക്കും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ എന്നാൽ പോലും നമ്മളിത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് അത് എപ്പോഴും ഒന്നും ചെയ്യുന്ന അത്ര നല്ലതല്ല. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഫംഗ്ഷന് പോകാൻ വേണ്ടി മാത്രമൊക്കെ യൂസ് ചെയ്യാം. മുടി കൊഴിയുകയോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കിത് വലിയ പ്രശ്നമില്ലാതായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തുനിന്ന് ഒരുപാട് അങ്ങ് പാർലറിൽ പോയി സ്ട്രെയിറ്റ് ആക്കുന്ന പോലെ ആകുമെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. അപ്പം 1-2 തവണയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്കായെന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അതായത് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പം യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാക്ക് റെഡിയാക്കുന്നതെന്ന്. നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങയാണ് കേട്ടോ. ഈ അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. നോർമൽ മുടിയുള്ളവർക്കൊക്കെ ഇത്രയും മതിയാവും കേട്ടോ. ഒരുപാട് എടുക്കണമെന്നില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. ഇതൊരു ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ഇത് ഇത്ര നീളം കണ്ടില്ലേ, ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇതിന് ഞാൻ അതിൻ്റെ ആ സൈഡ് രണ്ടും കളഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് അതിൻ്റെ ആ ജെല്ല് മാത്രം എടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജെല്ലെടുത്തിട്ടുണ്ട്. ഇത്ര മതി, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. വെള്ളം ചേർക്കാതെ ഇത് അരയത്തില്ല. ഒരു 2 സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് നമുക്ക് അരച്ച് നോക്കാം. അരയുന്നില്ലെങ്കിൽ 1 സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാവേ. 1ാമത്തെ സ്പൂൺ ഒഴിച്ചു, 2ാമത്തെ സ്പൂൺ ഒഴിച്ചു. ഇനി ഞാൻ അരച്ച് നോട്ടെ. കാരണം നമുക്ക് ഇതിനകത്ത് അധികം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഇത്രയും കുറച്ച് ഒഴിക്കുന്നത്. അരയുന്നില്ലെങ്കിൽ ഞാൻ 1-2 സ്പൂണും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ 5 സ്പൂൺ വെള്ളം ഒഴിച്ചു കേട്ടോ. അന്നേരം എനിക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ക്ലോത്ത്, ഞാനൊരു വൈറ്റ് ക്ലോത്ത് എടുത്തേക്കുന്നത്. നമുക്ക് എപ്പോഴും ഇത് അരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ക്ലോത്തിലൂടെ
ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒന്നും തേങ്ങാപ്പാൽ എടുക്കാനൊന്നും ചെയ്യേണ്ട. അല്ലാതെ നമ്മളിങ്ങനെ പാക്കൊക്കെ ഹെയറിലോ ഫേസിലൊക്കെ ഇടാൻ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റിങ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ അരച്ച മിക്സ് എല്ലാം അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാവേ. കണ്ടോ, നല്ല ഈസി ആയിട്ട് പാൽ വരുന്നുണ്ടോ. ഇച്ചിരി കട്ടിയുള്ള ക്ലോത്ത് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കി തിരിക്കുമ്പോഴത്തേനും അവങ്ങ് കീറിപ്പോവും. കംപ്ലീറ്റ് പാലും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇത് വേണേ, ഇങ്ങനെ എന്തായാലും നമ്മൾക്ക് അരിപ്പയെ കൂടെ കിട്ടുമോ? ഇത് കണ്ടില്ലേ, ഇതിലിനി ഒന്നുമില്ല. അതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ വലിച്ചൂറ്റിയെടുത്തു. ഓക്കെ, പാലെടുത്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ജാർ എടുത്തിട്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അരച്ചെടുക്കാനുണ്ട്. ഇനി ഞാൻ അരച്ചെടുക്കുന്ന ഒരു തവി എടുത്തിട്ടുണ്ട് കേട്ടോ, ചോറ് എടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട, പകരം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തേങ്ങാപ്പാലായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് അരയ്ക്കാം കേട്ടോ. ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. കണ്ടോ, ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്ക് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാവേ. അതിലേക്ക് ഞാൻ കോൺഫ്ലോറാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ കോൺഫ്ലോർ വാങ്ങിക്കുക. എന്നിട്ട് അതിൽ ഒരു 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മളുണ്ടാക്കുന്ന ഈ ഒരു പാക്ക് ഒന്ന് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാക്ക് നമുക്കൊന്ന് നല്ല തിക്കാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുവേ. ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്തേക്കുന്നത്, ഇതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ട കെട്ടാതെ. ഓക്കെ, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഈ പാനിൻ്റെ ഫ്ലെയിം ഏറ്റവും ചെറുത് സിം തീയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചോറ് ആദ്യം ചേർത്ത് കൊടുക്കാം. സിം ഒരു കാരണവശാൽ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഫുള്ളിലിടല്ല. എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കട്ട കെട്ടി അങ്ങ് ഒരുമാതിരി ഉരുണ്ടിരിക്കും. നമുക്ക് പേസ്റ്റായിട്ടല്ലേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലോർ കട്ട പിടിക്കാനാണ് ചേർക്കുന്നത്. അപ്പം കട്ട ഒരു ലൈറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാനായിട്ട് ചെറിയ തീയിൽ വെക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണേ. കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്കിതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അവരവരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് മാറ്റം വരുത്താവേ. ഇപ്പം ഞാൻ എൻ്റെ മുടിക്ക് പാകമായിട്ടുള്ള എടുത്തേക്കുന്നത് കേട്ടോ. എൻ്റെ നോർമൽ മുടിയാണല്ലോ, അപ്പോൾ അതിന് പാകമായിട്ടുള്ള. ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തോ കേട്ടോ. ഇതൊക്കെ ഇച്ചിരി കൂടെ കൂട്ടി കൊടുത്താൽ മതി. അരമുറി തേങ്ങയ്ക്ക് വരെ 1 മുറി തേങ്ങ എടുക്കുക, അങ്ങനെയൊക്കെ. ഫൈനലായിട്ട് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന കോൺഫ്ലോറും ലെമണും കൂടെ ഉള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും ചെറുതിലായിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പറഞ്ഞില്ലേ. ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇതിപ്പോൾ തന്നെ ഒരു ചെറിയ ഗ്രേവിയായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ചാറ് പോലെ കിടക്കുന്നതൊക്കെ അങ്ങ് മാറി കിട്ടാനായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ മുടിയിൽ തേച്ച് വെച്ചാൽ ഇതിങ്ങനെ അങ്ങ് പിടിക്കണ്ടേ അതിലങ്ങ്, അതിന് വേണ്ടിയിട്ട് കേട്ടോ.
ഇതാ ഇപ്പം ഇത് നല്ലൊരു ആ പാലൊക്കെ ആ വെള്ളം പോലെ കിടന്നൊക്കെ ഒന്ന് വറ്റി ഒന്ന് ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ തേങ്ങാപ്പാൽ ഒരുപാട് എടുക്കുവാണെങ്കിൽ ഒരുപാട് ലൂസായിട്ട് വെള്ളം കാണും കേട്ടോ. ഞാനിപ്പോൾ ചോറും എടുത്ത് നന്നായിട്ട് അരച്ച് ചിലർ ഇതിനകത്ത് ചോറ് ചേർക്കില്ല, അപ്പം ഭയങ്കര ലൂസായിരിക്കും. അന്നേരം ഇതിങ്ങനെ ചെയ്ത് കുറുക്കി എടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ചോറൂടെ ചേർത്ത് കേട്ടോ. ചോറ് നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്ത് ഇപ്പോൾ ഒരു ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇതിനി ചൂടാറട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കണേ. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്കിത് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ പാക്ക് ദേ ഞാൻ കാണിച്ചു തന്നില്ലേ, അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറു ചൂടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതിന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഫംഗ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ ഒരു 30 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിടാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു ചീപ്പ് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചീക്കി കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു നമ്മൾ ഇട്ടിരുന്ന പായ്ക്ക് എല്ലായിടും ഒന്ന് അതാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് 30 മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതേ മുടിയൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു 1/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ വരെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം മുടിയിൽ കുറച്ച് ഓയിലി ആയിട്ട് തോന്നും കേട്ടോ. അത് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ടാണ്. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഓയിൽ എന്തായാലും മുടിയിലുണ്ടാവും. പിന്നെ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ കണ്ടീഷണർ ഇട്ട് കൊടുക്കുക, അപ്പം നന്നായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഡിഫറൻസ് ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷന് പോകാനായിട്ടാണെങ്കിൽ 1, 2, 3 തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നന്നായിട്ടുണ്ടാവും. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. കോൺഫ്ലവറും ലെമണും ഒക്കെ അല്ലേ ചേർക്കുന്നത്. ഡെയിലി നല്ല നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരുപാട് കേളിയായിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, ഭയങ്കര നൂഡിൽസ് മാതിരി ഇങ്ങനെ ചുരുണ്ടി കിടക്കുന്ന മുടി, അവർക്കൊക്കെ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് എൻ്റെ പരിചയത്തിൽ ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുടി ഒരു ചെറിയൊരു ഒടിവോടുകൂടി കിടക്കുന്ന മുടി. അപ്പം അതിൽ ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് എപ്പോഴും ചെയ്യാറില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് വേണ്ടി മാത്രം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളോടും എനിക്ക് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് പറയണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് എഫക്റ്റീവായി, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോയുമായി കാണാൻ ടാറ്റാ.